നാളെ വിളിക്കോ? നീ സംസാരം ഒന്ന് കേട്ടാ മതി. സമയം കിട്ടുമ്പോ ഞാൻ വിളിക്കാം. പക്ഷെ അല്ലാതെ വിളിക്കല്ലേ കേട്ടോ. അന്നേരം തിരിച്ചു വിളിച്ചിട്ട് എടുത്താ മതി. ഞാൻ വോയിസ് മെസ്സേജ് അയക്കാം, അല്ലാതെ എടുക്കണ്ട കേട്ടോ. എന്നാലും മതി. ശരി. എന്നാ പിന്നെ ഒരുമതാ പറഞ്ഞോ. അത് ഫോൺ കട്ടായതാ. ആ കൊച്ചിനെ രണ്ടാമതും കെട്ടിച്ചു, പക്ഷെ ശരിയായില്ല. ആ മക്കള് മൂത്ത എടുത്തിന് 5 കിട്ടി, അറിയോ? മൂത്തവൻ അവനും പള്ളി സെക്രട്ടറി ഒക്കെ നമ്മുടെ പള്ളിയില്. അവൻ 5 കിട്ടി. 5 പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരിക്കുവാന്ന് അവനങ്ങ്. അല്ല, അവൻ ഓരോന്നും കളഞ്ഞു പോയി. 5 എണ്ണത്തിന് കിട്ടിയത്. പിന്നെ 6ാമത് ഇടവൺ പള്ളി ഒരു കല്യാണത്തിന് ക്രമീകരണം ചെയ്ത പള്ളി അനുവദിച്ചില്ല. ഇപ്പൊ അമേരിക്കയിലെങ്ങാണ്ട് പിന്നെ വോൾട്ടേജ് ഹോമിൽ കിടക്കുന്നു. പിന്നെ വേറൊരുത്തന്റെ ചെറിയാനെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ പോയതാ. ഒരു അമ്മായിപ്പൻ മോനെ വിളിച്ചു, അപ്പൻ മോനെ വിളിച്ചു പറഞ്ഞടാ നിന്റെ അവിടെ ആരണ്ടൊക്കെ വന്നു പോകുന്നുണ്ടെന്ന്. അവന് സംശയമായി, അവനും കളഞ്ഞത്. ഇപ്പൊ ഒന്നുമില്ല, എല്ലാം ഷിബുവിന്റെ അവിടെ ആദ്യം കുഴപ്പമായിരുന്നല്ലോ. ഇപ്പം വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. ഷിബുവിന്റെ അവിടെ ആദ്യം എന്ത് പ്രശ്നമായിരുന്നു? അവളിപ്പം നാട്ടിലില്ലല്ലോ. അവൻ ആന്നാന്ന് അത് തന്നെ. ഇങ്ങനെ നമ്മളെ കുറിച്ച് സംശയിക്കുന്ന എങ്ങനെ ഒരു സംശയം എന്നെ കുറിച്ച് ആരെങ്കിലും ഭാവിക്കാമോ? ഒരിടത്തും ആരും പറയത്തില്ല. ഏത് പള്ളിയിൽ പോയും അന്വേഷിച്ചു. ആയൂര് അവിടെ ആളുണ്ടല്ലോ, നിറായിക്കോട് പള്ളിയില് ആണ് മരിച്ചുപോയ അവന്റെ ഭാര്യ. പിന്നെ ഇവിടെ ആശയെടുത്ത് വിളിച്ചു വരും. ആശയ്ക്ക് അറിയാമല്ലോ. ഇല്ല, ഇപ്പോഴൊന്നും ആണെങ്കിൽ അതിന് പോകത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ എന്നെ കാണുന്നതിന് മുന്നേ ഒന്നുമില്ല. അല്ല, ആശയോട് ചോദിക്കാം. ആശയുടെ ഭർത്താവിന് ഭയങ്കര സംശയമാണ്. അവരുടെ വീടിന് കോളിംഗ് ബെല്ല് പോലും വെച്ചിട്ടില്ല. ഭയങ്കര ഒരു മധുരമൊക്കെ കിട്ടിയ. അവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആശയോട്. ഞാൻ എങ്ങനെയായിരുന്നു അവിടെ നിന്ന് വിളിച്ചു പോയിരുന്നു ആശ പറയും. ഒന്നുമില്ല. അങ്ങനെ സംശയിക്കേ വേണ്ട, അങ്ങനെ തർക്കിക്കേ വേണ്ട. ഞാനും ഇത് അങ്ങോട്ട് വിളിച്ചിട്ടാ പറഞ്ഞാന്നോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മളെ നേരത്തെ സൗഹൃദം ഉണ്ടായിരുന്നു, അറിയാമായിരുന്നു. പക്ഷെ അങ്ങനെ സംശയിക്കുകയും വേണ്ട കേട്ടോ, തർക്കിക്കണ്ട. പോകാൻ സമയമായോ? വിളിക്കാനാൾ വരൂ. നാളെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞാൽ. അതെ, എന്നാ പിന്നെ നാളെ ഒന്ന് വിളിക്കും. നാളെ വിളിക്കും. ഞാൻ പറഞ്ഞ കേട്ടോ. മനസ്സിലായി. സമാധാനം കിട്ടിയാലേ. അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടുതൽ സന്തോഷം ഉണ്ടായാലേ. നാളെ വിളിക്കോ? നീ സംസാരം ഒന്ന് കേട്ടാ മതി. സമയം കിട്ടുമ്പോ ഞാൻ വിളിക്കാം. പക്ഷെ അല്ലാതെ വിളിക്കല്ലേ കേട്ടോ.
അന്നേരം തിരിച്ചു വിളിച്ചിട്ട് എടുത്താൽ മതി. ഞാൻ വോയിസ് മെസ്സേജ് അയക്കാം, അല്ലാതെ എടുക്കണ്ട കേട്ടോ. എന്നാലും മതി. ശരി. എന്നാ പിന്നെ വരുമ്പോതാ. അമ്മ. ഓക്കെ, നാളെ മറ്റന്നാൾ വിളിക്കും.